സംവിധായകൻ രഞ്ജിത്തിനെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി സംവിധായകൻ ആലപ്പി അഷ്റഫ്. ലൈംഗിക അതിക്രമ കേസിൽ അകത്തായതിനു പിന്നാലെയാണ് രഞ്ജിത്തിനെതിരെ സിനിമാ രംഗത്തു നിന്നും കൂടുതൽ വെളിപ്പെടുത്തൽ എത്തിയത്. ആറാം തമ്പുരാന്റെ സെറ്റിൽ വച്ച് രഞ്ജി ഒടുവിൽ ഉണ്ണികൃഷ്ണനെ മർദ്ദിച്ച കഥയായിരുന്നു ആലപ്പി അഷ്റഫ് നേരത്തെ പറഞ്ഞത്. ഈ വിഷയത്തിൽ ഇപ്പോൾ വീണ്ടും വെളിപ്പെടുത്തലുമായി അദ്ദേഹം രംഗത്ത് വന്നു. അന്ന് ഒടുവിലിനെ അടിക്കുക മാത്രമല്ല, നാഫിക്ക് ചവിട്ടുകയും ചെയ്തിരുന്നു എന്നാണ് അഷ്റഫ് ഇപ്പോൾ പറയുന്നത്. തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ആലപ്പി അഷ്റഫിൻ്റെ ആരോപണം. താൻ കാണാതെ പോയ ആ സംഭവം തന്നെ വിളിച്ചു പറഞ്ഞത് നിർമ്മാതാവ് ജി സുരേഷ് കുമാർ ആണെന്നും അഷ്റഫ് പറയുന്നു. ആ വാക്കുകളിലേക്ക്, ഈ സത്യം വെളിപ്പെടുത്തിയപ്പോൾ പലരും എന്നോട് കമൻറ്റിലൂടെ ചോദിച്ചു, അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? അവൻ്റെ ചെവിക്കല്ല് നോക്കിയൊന്ന് കൊടുക്കാൻ പാടില്ലായിരുന്നോ എന്നൊക്കെ. കോടികൾ മുടക്കി ആരംഭിച്ച സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ഉണ്ടായ പ്രശ്നം കൂടുതൽ വഷളാക്കുക എന്നതല്ല, എങ്ങനെയെങ്കിലും പരിഹരിക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. എല്ലാവരും ചേർന്നുകൊണ്ട് പ്രശ്നം സമാധാനമായി അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ കയറി ഇടപെട്ട് വഷളാക്കുന്നത് ന്യായമാണോ? ഞാൻ ഈ സംഭവം വെളിപ്പെടുത്തിയപ്പോൾ അത് കണ്ട് ആദ്യം വിളിച്ചത് ആറാം തമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ജി സുരേഷ് കുമാറാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു കാര്യം പറയുമ്പോൾ കൃത്യമായി പറയേണ്ടേ എന്നാണ്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സുരേഷ് പറയുന്നത്, ഒടുവിലാൻ വീണത് അടികൊണ്ടല്ല, അടിയുടെ കൂടെ നാഫിക്കിട്ടൊരു തൊഴി കൂടി ഉണ്ടായിരുന്നു. ആ തൊഴിയുടെ ആഘാതത്തിലാണ് ഒടുവിലാൻ വീണത്. ആ ബഹളത്തിനിടെ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. കിഡ്നി രോഗം ബാധിച്ച് ചികിത്സയിലായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നാഭിക്കിട്ടാണ് ചവിട്ടിയത്. അദ്ദേഹം അന്ന് ജീവനോടെ രക്ഷപ്പെട്ടത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ആ സാധു മനുഷ്യൻ്റെ നിവർത്തികേടും നിസ്സഹായ അവസ്ഥയും കാരണമാണ് തുടർന്നും ആ സിനിമയിലും പിന്നീടും അയാളുടെ ഒരു സിനിമയിൽ അഭിനയിക്കാനും നിർബന്ധിതനായത്. തന്നെയുമല്ല, രഞ്ജിത്തിനെ പോലൊരു മനുഷ്യനെ നേരിടാനുള്ള ശക്തിയും പ്രാപ്തിയും ആ പാവം മനുഷ്യനുണ്ടായിരുന്നില്ല. മനുഷ്യനാണ്, തെറ്റുകൾ പറ്റാം. ആ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് തിരുത്തുന്നതിലാണ് കാര്യം. അതിന് മനസ്സിൽ കുറച്ച് നന്മ വേണം. തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് ഘോഷയാത്ര നടത്തിയിരുന്ന അയാൾ അസുഖബാധിതനായി. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായപ്പോഴെങ്കിലും മാനസാന്തരമുണ്ടായി കാണും. ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്താപമുണ്ടാകുമെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. ആ ധാരണകളെ തിരുത്തുന്നതാണ് ഇപ്പോൾ നടത്തിയ പീഡനം. ഒടുവിലാനെ തല്ലി താഴെയിട്ടു എന്നത് മാത്രമാണല്ലോ നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത്. അയാൾ സിനിമാ രംഗത്തുള്ള പല പ്രമുഖരെയും തള്ളിയിട്ടുണ്ട്. പാവക്കൂത്ത് എന്ന ചിത്രത്തിൻ്റെ സെറ്റിൽ വെച്ച് ഇന്നത്തെ ഒരു പ്രശസ്ത നിർമ്മാതാവിനെയും കരണത്തടിച്ചും നാഫിക്ക് ചവിട്ടിയും അയാൾ നിലത്തിട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് പേര് ഞാനിപ്പോൾ വെളിപ്പെടുത്താത്തത്. ഇങ്ങനെ ഗുരുതരമായ ആരോപണങ്ങളാണ് ആലപ്പി അഷ്റഫ് രഞ്ജിത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും നടിക്കെതിരെ ലൈംഗിക അതിക്രമം കാണിച്ച കേസിൽ രഞ്ജിത്ത് ഇപ്പോൾ ജയിലിലാണ്. കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. എന്നാൽ തനിക്കെതിരെ വന്നത് തെറ്റായ ആരോപണമാണെന്നാണ് രഞ്ജിത്ത് പ്രതികരിച്ചിരിക്കുന്നത്. രഞ്ജിത്തിൻ്റെ കേസ് അടുത്ത ദിവസം വീണ്ടും പരിഗണിക്കും. അതിനിടയ്ക്കാണ് ഗുരുതര ആരോപണങ്ങളുമായി ഇപ്പോൾ ആലപ്പി അഷ്റഫും രംഗത്ത് വന്നിരിക്കുന്നത്.